ഓക്കെ. ഇന്ത്യൻ അക്ഷനിൽ കൊടുക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം കേട്ടോ. ഇവിടെ തന്നെ കൊടുക്കേണ്ടതാ? അതെ, ടെർമിനലിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഞാൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരാം. ചാറ്റിലിട്ടാ മതി. ചാറ്റിലിട്ടാലും. ചാറ്റിൽ ടൈപ്പ് ചെയ്യുവാണ്. ഓക്കെ. കമാൻഡ് ഒന്ന് കൊടുത്തേ ഫസ്റ്റ്. എവിടെ കൊടുക്കണ്ടേ? ഇവിടെ തന്നെയാ? ടെർമിനൽ തന്നെ കൊടുത്തോ. എൻ്റർ അല്ല? എൻ്റർ അടിച്ചോ. ഓക്കെ, ഇഫ് യു വിഷ്. ഓക്കെ, ആദ്യം ഞാൻ പറയുന്ന കമാൻഡ് ഒന്നും കൂടെ കൊടുക്കണേടാ. സ്റ്റേറ്റ്മെന്റ് കമാൻഡ് തരാം. ഗിറ്റ് റിമോട്ട് ആഡ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടം കൂടി നിന്റെ റെപ്പോ URL ഒന്ന് പാസ് ചെയ്യാം കേട്ടോ. ഇവിടെ തന്നെയാ? സ്പേസ് ഇട്ടിട്ട് നമ്മളുടെ ഗിറ്റ് URLന്റെ വാല്യൂ പാസ് ചെയ്യാം. അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, ഒന്ന് എൻ്റർ അടിച്ചു. ഇതോ? ഓൾറെഡി എക്സിറ്റ്സ്. ഓക്കെ, എങ്കിൽ ടൈപ്പ് ചെയ്യൂ റിമോട്ട് സ്പേസ് -v. ഗിറ്റ് സ്പേസ് റിമോട്ട് അങ്ങനെ പോകത്തില്ല, കഴ്സർ വെച്ച് നീക്കണം, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചോളൂ. ഗിറ്റ് സ്പേസ് റിമോട്ട് സ്പേസ് -v. സ്പേസ് v അല്ലേ? സ്പേസ് ഇല്ല. v അല്ലേ? സ്മോൾ ലെറ്റർ v അല്ലേ? ഓക്കെ, ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എങ്കിൽ മെസ്സേജ് ഒക്കെ ഇന്നലെ വന്നായിരുന്നു, നമുക്ക് കിട്ടിയിരുന്നു മെസ്സേജ്. യെസ്. ഇത് ഇത്തവണ എറർ ഡിഫറെന്റ് ആണ്. ഒരു വട്ടം കൂടെ നമ്മൾ ഗിറ്റ് പുൾ റീബേസ് തന്നെ കൊടുക്കുക. എന്നിട്ട് സ്പേസ് ഒറിജിൻ സ്പേസ് മെയിൻ. ആദ്യം ഇതല്ലേ ഗിറ്റ് പുൾ റീബേസ് കഴിഞ്ഞ സ്പേസ് ഒറിജിൻ സ്പേസ് മെയിൻ. എൻ്റർ അടിക്കും. സക്സസ്ഫുള്ളി റീബേസ്ഡ്. ഓക്കെ, ഇനി ഗിറ്റ് പുഷിന്റെ സ്റ്റേറ്റ്മെന്റ് കമാൻഡ് കൊടുക്കൂ. ഗിറ്റ് സ്പേസ് പുഷ് കമാൻഡ് വേണോ? ഇതല്ലേ? യെസ്, അതന്നെ. ഓക്കെ, ഇനി നിന്റെ റെപ്പോയിൽ പോയി ചെക്ക് ചെയ്തേ. ഗിറ്റ് റെപ്പോ റിഫ്രഷ് ചെയ്തേ. എല്ലാ ഫയൽസും കൂടെ വന്നില്ലേ? നിന്റെ ഗിറ്റിലേക്കുള്ള കോഡ് പുഷിങ് കഴിഞ്ഞു. ഞാൻ കമാൻഡ്സ് ഒരുമിച്ച് തരാം. ഗോപിയും കൂടെ ജോയിൻ ആയിക്കോട്ടെ. ഇത്രയും കമാൻഡ്സ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്. ഗോപിക എവിടെ പോയി? ഇത്രയുള്ള കമാൻഡ്സ് ടോട്ടൽ? അതെ, ടോട്ടൽ ഇത്ര കമാൻഡ്സേ ഉള്ളൂ. ഹായ് ഗോപിക. അക്ഷയ് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ ഷെയർ ചെയ്ത് കാണിക്കാമേ. ഗിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കൊന്നും വേണ്ടടാ. ഓക്കെ, ഗിറ്റ് ബാഷ് ഒന്നും വേണ്ട. ഗിറ്റ് ബാഷ് ഓപ്പൺ ചെയ്ത് നോക്കൊന്നും വേണ്ട.
ഓക്കെ ശരി. പൈച്ചാൻ എടുത്തോ. ശരി, ഇന്നലത്തെക്കാട്ടും ഇന്നലത്തെ പോലെയല്ല, ലാസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തപ്പോ കഴിഞ്ഞു. മറ്റേ ഇത് അത്രേ വന്നില്ല. ഉള്ളൂ, അത്രേ വരത്തുള്ളൂ. ഇനി CMD അത്രേ ഉള്ളൂ. എടുത്തതിന്റെ അകത്ത് CMD കമാൻഡ് പ്രോംപ്റ്റ് അല്ലേ? ഇവിടെ വന്നിട്ട് ഗിറ്റ് സ്പേസ് ഹൈഫൻ ഹൈഫൻ വേർഷൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. യെസ്, വേർഷൻ കാണാം. ഗിറ്റ് ഈസ് ഇൻസ്റ്റാൾഡ്. പൈച്ചാം ഓപ്പൺ ചെയ്തേടാ. പെട്ടെന്ന് ഹാങ് ആയി, അതാ ഞാൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് കയറിയത്. മനസ്സിലായി. സ്ലോ ആയി തുടങ്ങി ലാപ്ടോപ്പ്. അത് ഇൻസ്റ്റലേഷൻസ് വന്നു തുടങ്ങിയില്ലേടാ, അതുകൊണ്ടാ. പിന്നെ ഓൾറെഡി നമ്മുടെ ഡാറ്റ വേറെ ഉണ്ടാവും, അതെ അതെ. അതിനോണ്ടാണ് ഹാങ് ആവുന്നത്. ഓക്കെ, അല്ല ടെർമിനൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. ലോഡ് ആവട്ടെ ടെർമിനൽ. ഓക്കെ, അവിടെ ടൈപ്പ് ചെയ്തോളൂടെ ഗിറ്റ് സ്പേസ് ഇനിറ്റ്. എനിക്കൊന്ന് ഉണ്ടാവും, കുഴപ്പമില്ല. അല്ലല്ല, എന്തോ അപ്ഡേറ്റ് ചെയ്തോണ്ട് നിൽക്കുക തോന്നുന്നു. ഗിറ്റ് സ്പേസ് ഇനിറ്റ് അല്ലേ? ഗിറ്റ് സ്പേസ് ഇനിറ്റ് എൻ്റർ. ചെയ്തതിന് ശേഷം ഞാൻ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ കൊടുത്തരാം കേട്ടോ. ഇനീഷ്യലൈസ്ഡ്. ഓക്കെ, ഇനീഷ്യലൈസ്ഡ് എംപ്റ്റി ഗിറ്റ്. ഇനി എന്ത് ചെയ്യാം, നമ്മളുടെ റെപ്പോസിറ്ററി പോയിട്ട് ഗിറ്റിൽ പോയി ഗിറ്റ് ഓപ്പൺ ചെയ്തേ. ഗിറ്റ് ഹബ്. നമ്മൾ ഇന്നലെ ഓപ്പൺ ചെയ്തിരുന്നു അല്ലേ? യെസ്, ഗിറ്റ് ഹബിൽ നമ്മൾ ലോഗിൻ ചെയ്തില്ലായിരുന്നോടാ. സൈൻ ആണോ? സൈൻ. എനിക്ക് ഇന്നലെ നമ്മള് ക്രോമില് സൈൻ ഇൻ ചെയ്തിരുന്നു. ചെയ്തിരുന്നു. GitHub നമ്മൾ ഇന്നലെ തുറന്നത്.
ആ സെലീനിയം ഓക്കെ. ബേസിക്സ് ഒന്ന് എടുക്കടാ. ഇതാണോ? ആ അല്ല, കോഡിൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് URL ഒന്ന് കോപ്പി എടുത്തോ. പൈച്ചാമ്പിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. പറയുമ്പോ പേസ്റ്റ് ചെയ്യണേ, ടൈപ്പ് ചെയ്യണേ. git space clone space command പേസ്റ്റ് ചെയ്തു. എന്റർ അടിക്കും. git clone. ഓക്കെ, കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഹൈഡ് ചെയ്യോടാ. കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ടൈപ്പ് ചെയ്യൂ. git status untracked files. Okay, fine. In type you git space add space dot add space dot ഒരു dot enter അടിക്കും. ഓക്കെ, ഇനി ഒരു വട്ടം കൂടി git status ചെക്ക് ചെയ്തേ. സെക്കൻഡ്, എനിക്ക് വോളിയം കുറവാണ്. കേൾക്കുന്നില്ലേ? ഒരു വട്ടം കൂടി git status ചെക്ക് ചെയ്തേടാ. ഓക്കെ, ന്യൂ ഫയൽ എന്നിട്ട് കാണാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് git add സ്റ്റാറും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ? ആഡ് ഡോട്ട് ഞാൻ ആഡ് സ്റ്റാർ തന്നെ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യില്ല, നോർമലി ഡോട്ട് ആണ് യൂസ് ചെയ്യാം. സ്റ്റാറിന് വേറൊരു മീനിങ് ഉണ്ട്, അതിനോട് നമ്മൾ യൂസ് ചെയ്യാറില്ല. സ്റ്റാർ നമ്മൾ യൂസ് ചെയ്യുക SQL പോലുള്ള ലാംഗ്വേജ് ഇല്ലേടാ, അവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ പഴയ പ്രോജക്റ്റില് നമ്മള് സ്റ്റാർ യൂസ് ചെയ്തത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, അതാ ഞാൻ ചോദിച്ചത്. സ്റ്റാറിന് വേറൊരു യൂസ് ഉണ്ട് ആക്ച്വലി, സെലക്ടിങ് അതുണ്ട്. ഇനി ടൈപ്പ് ചെയ്യടാ git space commit space -m space ഡബിൾ കോട്ട്സില് ജസ്റ്റ് ഫസ്റ്റ് കമ്മിറ്റ് എന്ന് കൊടുത്തോളൂ. ഒരു കമ്മിറ്റ് മെസ്സേജ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇൻസ്റ്റുള്ള മെസ്സേജ് കൊടുക്കാം അവിടെ. ഓക്കേ, ഫസ്റ്റ് കമ്മിറ്റ് കൊടുക്കാം. ഡബിൾ കോട്ട്സ് എന്റർ അടിക്കുക. ഓക്കെ, സെറ്റ് ചെയ്യൂ git config space -- global space user.email space ഗോപികയുടെ മെയിൽ ഐഡി കൊടുത്തേ അവിടെ. അല്ലേ? നെക്സ്റ്റ് കൊടുക്കൂ git config -global user.name space user.name. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഗിറ്റിൽ നമ്മുടെ യൂസർ നെയിം ആണ്. ഗിറ്റിൽ എന്താ യൂസർ നെയിം നോക്കൂ, അതും അങ്ങനെ തന്നെ കോപ്പി ചെയ്തോളൂ. ഗോപിക വർമ്മ 94, അത് തന്നെ കോപ്പി എടുത്തോളൂ. അങ്ങനെ തന്നെ എന്റർ അടിച്ചോളൂ. ഇനി ഒരു വട്ടം കൂടി എന്ത് ചെയ്യുക, കമ്മിറ്റ് കൊടുക്കൂ. ആ
അപ്പേരെ പ്രസ് ചെയ്താൽ മതിടാ, അപ്പൊ കിട്ടും. നമ്മൾ മുന്നേ ടൈപ്പ് ചെയ്ത കമാൻഡ്സ് അപ്പേരെ പ്രസ് ചെയ്താൽ കിട്ടും. ആ എന്റർ അടിച്ചു. git commit first commit. ഫസ്റ്റ് കമ്മിറ്റ് എന്റർ അടിച്ചു. ഓക്കെ, ക്രിയേറ്റ് മോഡ് വന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കൂ git സ്പേസ് remote add space origin. again നമ്മുടെ URL പേസ്റ്റ് ചെയ്യൂ. ഇത് മറ്റേ ഗിറ്റിന്റെ URL ഓൾറെഡി കോപ്പിഡ് അല്ലേ, പേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആക്ട് കോപ്പി ആ ചെയ്തില്ലേ? ആ കോഡില് എവിടെയായിരുന്നു? enter. type your git space remote hyphen space hyphen v small letter v. അതെന്ത്? വെർബോസ് എന്നാണ് v എന്ന് പറയാം, അതായത് അബ്രിവിയേഷൻ എന്നുള്ള പോലെ. ഓക്കെ, സ്ലാഷ് അല്ല ഹൈഫൻ v. കറക്റ്റാ, അത്രേ ഉള്ളൂ. നിരഞ്ജന, വൺസ് ഈ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ആവശ്യമുണ്ടോ? ഈ നമ്മൾ കമന്റ്സ് വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി കമ്മിറ്റ് ചെയ്യണം. അതായത് ഗിറ്റ് ആഡ് ഡോട്ട് എന്ന് കണ്ടു കൊടുക്കുന്നില്ലേ, അവിടെ തൊട്ടുള്ള കമാൻഡ്സ് യൂസ് ചെയ്താൽ മതി. അതായത് നമുക്ക് പുഷ് ചെയ്യാനും പുള്ള് ചെയ്യാനും വേണ്ടി മാത്രം. അതെ, പുഷ് ചെയ്യാനും പുള്ള് ചെയ്യാനുള്ളത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, താഴെ ടൈപ്പ് ചെയ്തോളൂ ഗിറ്റ് സ്പേസ് പുൾ space hyphen hyphen rebase space origin main space main main enter. Okay, successfully rebased. Next statement കൊടുത്തോളൂ git space push space hyphen u origin space origin main space main enter. git push u origin main. അപ്പൊ ഇതെന്താ ചെയ്യാ? പുഷ് ചെയ്യണമല്ലോ. നമ്മൾ കോഡിനെ പുഷ് ചെയ്യുന്നു. സൈൻ വിത്ത് യുവർ ബ്രൗസർ കൊടുക്കടാ. ഓതറൈസ് കൊടുത്തേ. വെരിഫൈ വയ ഇമെയിൽ. ഇതിലല്ല, ഇവിടെ ഓപ്പൺ ചെയ്തേക്കണേ. ഈ 62324177 കോപ്പി ചെയ്തോടാ. ഓർത്തേക്കണ്ട. ക്രോം മതി. ഇനി ഇതിലേക്ക് തിരിച്ചു വന്നേടാ, റൈറ്റ് ചാനലിലേക്ക് തിരിച്ചു വന്നേ. യെസ്. ഇനി നിന്റെ ഗിറ്റ് റെപ്പോസിറ്ററി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയേ. ഗിറ്റ് റെപ്പോ ഇതാണോ? റിഫ്രഷ് ചെയ്തു.
നമ്മുടെ എല്ലാ ഫയൽസും ഇവിടെ വന്നില്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റിലേക്ക് കോഡ് പുഷ് ചെയ്യുക. ഞാൻ ഒരു വട്ടം അക്ഷയ്ക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഗോപിക ഈ സ്റ്റെപ്സ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചാറ്റിലിട്ടിട്ടുണ്ട്. ഇത് അപ്പൊ ആക്ച്വലി നമ്മളുടെ ബേസിക് സെലീനിയം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിന് ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മള് ഗിറ്റിലേക്ക് അങ്ങനെ കോഡ് പുഷ് ചെയ്യാനുള്ളത് വരെ നോക്കി അല്ലെ? സെലീനിന്റെ ബേസിക്സ് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇനി എങ്ങനെ നമ്മൾക്ക് പൈടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റിംഗ് ഫ്രെയിംവർക്കിനെ നമ്മളുടെ സെലീനിയത്തിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് പഠിക്കാനുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പൈടെസ്റ്റ് എന്ന് പറയാം, ആൻഡ് പൈടെസ്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഓക്കെ, നോട്ട്സ് ഞാൻ ആദ്യം തരാവേ, വന്ന് സെക്കൻഡ്. കുറിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. കേട്ടോ, ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം. സോ പൈടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് പൈത്തണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. സോ അത് ഈ ഒരു പൈടെസ്റ്റ് എന്ന ഫ്രെയിംവർക്കിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിന് ബൈ ഇറ്റ്സെൽഫ് കുറെ പ്ലഗിൻസുമായി കണക്ടിവിറ്റി ഉണ്ട്. അതായത് അപ്പൊ നമ്മളിപ്പോ ബാക്കി ലാംഗ്വേജസിൽ ഈ സെലീനിയം ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റെപ്സ് കൊണ്ട് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണോടാ? സോ നമ്മള് പൈടെസ്റ്റിൽ മെയിൻലി അതിന്റെ കീ ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാൽ ഒന്ന് കാണിച്ചേടാ, ഫീച്ചേഴ്സ് ഒന്ന് കാണിച്ച ഗോപിക. ഫീച്ചേഴ്സ് ചാറ്റിൽ കോപ്പി പേസ്റ്റ് ഇല്ലേ? കോപ്പി പേസ്റ്റ് എടുത്ത് കാണിച്ചു തന്നാ മതി. കോപ്പി പേസ്റ്റ്. ശരി. ഓക്കെ, അതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ ആണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സിന്റാക്സ്. അതായത് എനിക്കിവിടെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സിന്റാക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട് താനും. മനസ്സിലായോ? ഓക്കെ, ബേസിക്കലി ഇത് ടെസ്റ്റ് കേസസ് എഴുതാൻ വേണ്ടി മാത്രമാണോ ഈ പൈടെസ്റ്റ് എഴുതാൻ മാത്രമാണ് നമ്മൾ പൈടെസ്റ്റിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പൈച്ചാമിൽ എന്ന് പറഞ്ഞ കാലം പൈത്തണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ് പൈടെസ്റ്റ്. ഓക്കെ, പൈച്ചാമിന്റെ കൂടെ നമുക്ക് പറയാൻ പറ്റില്ല, പൈത്തണിന്റെ കൂടെ. പൈച്ചാമിന്റെ വേറൊരു ഇതാന്നൊക്കെ വിചാരിച്ചു. പൈച്ചാം ഒരു ഐഡിയ മാത്രല്ലേ? അപ്പൊ പൈച്ചാം ഫ്രെയിംവർക്ക് അല്ല, പൈച്ചാമിന് അപ്പൊ എന്താ പറയാ, അതൊരു ഐഡിഇ ആണ്. പൈച്ചാം എന്ന് പറയുന്നത് ഐഡിഇ ആണ്. പൈത്തൺ എന്ന് പറയുന്നത് ബിൽഡ് ചെയ്ത ലാംഗ്വേജ് ആണ്. പൈടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഫ്രെയിംവർക്ക് ആണ്. മൂന്ന് ടേംസും ക്ലിയർ ആണോടാ? തമ്മിൽ കൺഫ്യൂഷൻ ആയി പോകരുത്, നല്ല ഓർത്ത് വെക്കുക കേട്ടോ. ഈ പൈടെസ്റ്റില് പറഞ്ഞോ. ഇല്ല, നമ്മൾ ഇതിന് വേറെ ഇൻസ്റ്റാളേഷൻ ചെയ്യണോ?
ഇൻസ്റ്റലേഷൻ ഇല്ല. നമ്മൾ വേറെ എന്താ പറയാ, ഇപ്പൊ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത പോലെ ഇൻസ്റ്റലേഷൻസ് ഒന്നും ഇല്ല. എന്നാൽ നമുക്ക് അല്ലാതെ വേറെ രീതിയിൽ ചെയ്യാനുണ്ട്. ഓക്കെ. ടെർമിനൽ ത്രൂ തന്നെ ഇൻസ്റ്റലേഷൻ ഉണ്ട് നമുക്കതിന്. ഓക്കെ. സോ PyTestന്റെ വേറൊരു സ്പെഷ്യാലിറ്റി ആണ് ഫിക്സ്ചേഴ്സ്. ഫിക്സ്ചേഴ്സ് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ടെസ്റ്റ് ക്ലാസ്സിൽ യൂസ് ചെയ്യേണ്ട പ്രീ കണ്ടീഷൻസിനെയാണ് ഞാൻ ഫിക്സ്ചേഴ്സിൽ എഴുതി കൊടുക്കുക. ഓക്കെ. എന്റെ ടെസ്റ്റ് ക്ലാസ്സിൽ എഴുതുന്ന പ്രീ കണ്ടീഷൻസിനെയാണ് ഞാൻ എപ്പോഴും PyTestന്റെ ഫിക്സ്ചേഴ്സിൽ എഴുതി കൊടുക്കുന്നത്. ഇവിടെ പ്രീ കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഡാറ്റാബേസ് ആയിട്ടുള്ള കണക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ന്യൂ ക്രോം ഡ്രൈവർ എന്നെല്ലാം നമ്മൾ എഴുതിയില്ലായിരുന്നോ, ഒരു പുതിയൊരു ഡ്രൈവറിനെ ഇനീഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രൗസറിനെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നോ? അതിനെല്ലാം എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രീ കണ്ടീഷൻ ആയിട്ട് എഴുതി കൊടുക്കാം. സോ ദാറ്റ് ആ ഒറ്റ പ്രീ കണ്ടീഷൻ കൊണ്ട് എനിക്ക് എത്ര ടെസ്റ്റ് കേസ് ഉണ്ടോ എല്ലാ ടെസ്റ്റ് കേസും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അല്ലെങ്കിൽ ഈ പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞ കാര്യം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു, എൻ്റെ 30 ടെസ്റ്റ് കേസ് ഉണ്ടെങ്കിൽ 30 ടെസ്റ്റ് കേസിലും ഞാൻ ഇതേ കോഡ് റിപ്പീറ്റഡ്ലി എഴുതിക്കൊണ്ടേയിരിക്കണം, വേണ്ടേ? അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതിനെല്ലാം എനിക്ക് ഫിക്സ്ചേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അസേർഷൻസ്. PyTestന്റെ അസേർഷൻസ് എന്ന് വെച്ചാൽ, അതായത് നിങ്ങൾക്കൊരു ടെസ്റ്റ് കേസ് തരുമ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ ഉണ്ടാവുക. ഒന്ന് റെപ്ലിക്കേഷൻ സ്റ്റെപ്സും പിന്നെ എക്സ്പെക്ടഡ് റിസൾട്ടും. നിങ്ങൾ ഇതുവരെ പഠിച്ച ബേസിക് സെലീനിയത്തിന്റെ ഓരോ കോൺസെപ്റ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ടെസ്റ്റ് കേസസ് എഴുതാൻ പറ്റും അല്ലെ? റെപ്ലിക്കേഷൻ സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷെ എക്സ്പെക്ടഡ് കണ്ടീഷൻ മീറ്റ് ചെയ്തോന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. പക്ഷെ ലെറ്റ്സ് സേ നമ്മളുടെ കയ്യിൽ ഒരു 30-40 ടെസ്റ്റ് കേസ് ഉണ്ട്, ബാക്ക് ടു ബാക്ക് എക്സിക്യൂട്ട് ആവുകയാണ്. നമുക്ക് എല്ലാം മാനുവലി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു കമ്പനീന്റെ സിനാരിയോയിൽ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും 1-2 ടെസ്റ്റ് കേസ് ആയിരിക്കില്ല ഉണ്ടാവും അല്ലെ? ഒരു ആപ്ലിക്കേഷൻ ഇപ്പൊ 100-150 ടെസ്റ്റ് കേസ് ഉണ്ടാവാം. ഈ 150 ടെസ്റ്റ് കേസിന്റെയും ടെസ്റ്റ് റിസൾട്ടിനെ എനിക്ക് മാനുവലി ഇരുന്ന് വെരിഫൈ ചെയ്യാന്ന് പറയുന്നത് ടെഡിയസ് ടാസ്ക് ആണ്, അതുപോലെ പറ്റത്തുമില്ല അല്ലെ? ഞാൻ ഒബ്വിയസ് ആയിട്ടും എൻ്റെ അടുത്ത് മിസ്സിംഗ് ഔട്ട് വരാം. സോ അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അസേർഷൻസ് ആഡ് ചെയ്ത് കൊടുക്കും. ഈ അസേർഷൻസിൽ നമ്മൾ എന്താ കൊടുക്കുക എന്ന് വെച്ചാൽ, ഇഫ് ദ എക്സ്പെക്ടഡ് റിസൾട്ട് ഈസ് മെറ്റ്, അതായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത് അവിടെ. ഇതും ഡീബഗ് മോഡും തമ്മിലുള്ള വ്യത്യാസം? ഡീബഗ് മോഡ് ആണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്സും ഇരുന്ന് റിപ്പീറ്റഡ്ലി ചെയ്യത്തില്ലേ? അതായത് ഡീബഗ് മോഡിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ ഇരുന്ന് നമ്മൾ നോക്കും അല്ലെ? നമ്മളിരുന്ന് ഓരോ ലൈൻ ബൈ ലൈൻ നോക്കും. ഓക്കെ, ഇത് പാസ്സായിട്ടുണ്ടോ, ഇത് പാസ്സായിട്ടുണ്ടോ നമ്മളിരുന്ന് നോക്കും അല്ലെ? അത് ടൈം കൺസ്യൂമിങ് ആണ്. നമ്മുടെ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ആവാൻ അത്രയും ടൈം ആക്ച്വലി ആവശ്യമില്ല അല്ലെ? കോഡ് മൊത്തം അനലൈസ് ചെയ്തിട്ട് കോഡ് മൊത്തം അനലൈസ് ചെയ്തിട്ടല്ല, എക്സ്പെക്ടഡ് റിസൾട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുക. കോഡിനെ മൊത്തം അനലൈസ് ചെയ്യത്തില്ല. UI കൂടെ. അതായത് നമ്മൾ കുറച്ച് ബ്രൗസർ കമാൻഡ്സ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഗെറ്റ് കറന്റ് URL എന്നൊക്കെ പഠിച്ച് ഓർക്കുന്നുണ്ടോ? കറന്റ് URL, പിന്നെ എന്തായിരുന്നു ഈസ് ഡിസ്പ്ലേഡ് എന്നൊക്കെ പഠിച്ചിട്ടില്ലായിരുന്നോ? അതൊക്കെ യൂസ് ചെയ്താണ് നമ്മൾ അസേർഷൻസ് എഴുതുക. ആ അസേർഷൻസ് വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, എക്സ്പെക്ടഡ് റിസൾട്ട്സിനെ വെരിഫൈ ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം നമുക്ക്. ഫോർ നൗ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഡബിൾ ചെക്കിംഗ് ഇഫ് ദ എക്സ്പെക്ടഡ് റിസൾട്ട്സ് ആർ മെറ്റ് എന്നുള്ളത് നോക്കുന്നതിനാണ് അസേർഷൻസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PyTestന് കുറെ പ്ലഗിൻസ് അവൈലബിൾ ആണ്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില പ്ലഗിൻസ് ആണ് HDist, COV, HTML എന്നൊക്കെ പറയുന്ന പ്ലഗിൻസ്. അതുപോലെ തന്നെ
പൈടെസ്റ്റിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ബൈ ഇറ്റ് സെൽഫ്. മനസ്സിലായോ? എന്തെങ്കിലും സിന്റാക്സ് ഉണ്ടോ അതോ എന്തെങ്കിലും സിന്റാക്സ് ബട്ടൺസോ? ഉണ്ട്. യെസ്, സിന്റാക്സ് ഉണ്ട്. സിന്റാക്സ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് പൈടെസ്റ്റിന്. ഇനി പൈടെസ്റ്റില് ഞാനൊരു ക്ലാസ് ഒരു സ്പെസിഫിക് ടെസ്റ്റ് കേസ് എഴുതുവാണെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്, കുറച്ച് നെയിമിംഗ് കൺവെൻഷൻസ് ഫോളോ ചെയ്യാനുണ്ട്. ഒന്ന് താഴേക്ക് വരൂ. 21st point. Naming conventions to be followed for Python test cases. First of all, ടെസ്റ്റ് ഫയലിന്റെ പേര് എപ്പോഴും ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ടെസ്റ്റ് ഫയൽ. അതെ, ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതിനെ ടെസ്റ്റ് ഫയലായിട്ട് പൈടെസ്റ്റ് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഓക്കെ. ഇനി സെക്കൻഡ് തിങ് ഈസ് ടെസ്റ്റ് ഫംഗ്ഷനെ നെയിം ചെയ്യുമ്പോൾ അതും ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആണോടാ? ദെൻ അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് അണ്ടർസ്കോർ എന്ന് പറഞ്ഞ അപ്പുറത്ത് കൊടുക്കുന്ന വേർഡ് ഒരിക്കലും ഒരു കീവേഡ് ആയിരിക്കരുത്, അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള മൊഡ്യൂൾസോ ലൈബ്രറീസോ ആയിരിക്കരുത്. റിക്വസ്റ്റ് എന്ന് പറയുന്നത് ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അങ്ങനെയുള്ള നെയിംസിനെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. മനസ്സിലായോ? നമുക്ക് എല്ലാ മൊഡ്യൂൾസ് അറിഞ്ഞിരിക്കണം എന്നൊന്നുമില്ല. നമ്മൾ നോർമലി കൊടുക്കുമ്പോൾ അങ്ങനെ വരാറില്ല. ബിൽറ്റ് ഇൻ മൊഡ്യൂൾസിന്റെ പേരുമായിട്ട് നമ്മൾ നോർമലി കോൺഫ്ലിക്റ്റ് വരാറില്ല. ഓക്കെ. സോ ഇത്രയാണ് നമ്മളുടെ പൈടെസ്റ്റിന്റെ നെയിമിംഗ് കൺവെൻഷൻ, പൈടെസ്റ്റിന്റെ ടെസ്റ്റ് കേസ് ചെയ്താനുള്ള റൂൾസ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടോ? അത് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പൈടെസ്റ്റിനെ ഇൻസ്റ്റാൾ ചെയ്യാം ഫസ്റ്റ്. അതിന് വേണ്ടി ടെർമിനലിലേക്ക് തന്നെ വന്നോളൂ. പൈചാമിന്റെ ടെർമിനലിലേക്ക് വരൂ. അവിടെ ടൈപ്പ് ചെയ്യും പിപ്പ് സ്പേസ്. അക്ഷയം ഷെയർ ചെയ്തോളൂ കേട്ടോ സ്ക്രീന്. രണ്ടുപേരുടെ സ്ക്രീൻ കാണാൻ പറ്റും. പിപ്പ്, ഗിറ്റ് അല്ല, പിപ്പ്, PIP സ്പേസ് ഇൻസ്റ്റാൾ കാണാം. രണ്ടുപേരുടെ സ്ക്രീൻ കാണാവേ. ഇൻസ്റ്റാൾ pip space install space pytest. ഓക്കേ, പൈടെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം. പൈടെസ്റ്റ് ഒരു പ്ലഗിൻ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യുന്നത് ലൈവ് പ്രൊജക്റ്റ് ആണ്. അപ്പൊ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക കേട്ടോ. ഓക്കേ, എൻ്റർ അടിച്ചോടാ. ഇൻസ്റ്റാൾ യെസ്. ഗോപികയുടെ ഇൻസ്റ്റാൾ ആയിക്കോട്ടെ. ഓക്കെ, ഇൻസ്റ്റാളിംഗ് പാക്കേജ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ. ഒരു കാര്യം ചെയ്യൂ, പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തേടാ.
പുതിയ പ്രൊജക്റ്റ് പൈത്തൺ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ പൈത്തൺ പ്രാക്ടീസ് ക്രിയേറ്റ് ചെയ്തതുപോലെ അല്ലെങ്കിൽ പൈത്തൺ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തതുപോലെ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓ ഇങ്ങനെ അതെ, ന്യൂ പൈത്തൺ പ്രൊജക്ട്. ഇതുപോലെയാണോ? ഫയൽ ന്യൂ പൈത്തൺ പ്രൊജക്ട് എങ്ങനെ എടുത്തത്? ആ 3 ഡോട്ട്സിൽ പോയി ക്ലിക്ക് ചെയ്തേ, 4 ഡോട്ട്സിൽ ന്യൂ പ്രൊജക്ട്. പൈത്തൺ പ്രൊജക്ട് 1 മാറ്റിയിട്ട് പേരൊന്ന് മാറ്റി കൊടുത്തേടാ. ന്യൂ പ്രോജക്റ്റ് പൈത്തൺ പ്രോജക്റ്റ് വേണമെങ്കിൽ ലൈവ് പ്രൊജക്ട് എന്ന് കൊടുത്തോളൂ അതിന്റെ പേര്. ഇവിടെയോ? ലൈവ് പ്രൊജക്ട് എന്ന് പേര് കൊടുത്തോളൂ. ലൊക്കേഷൻ അല്ലേ മാറ്റി കൊടുക്കണ്ട? ലൊക്കേഷനിൽ അവിടെ അത് മാത്രം മാറ്റി കൊടുത്താൽ മതി. കറക്റ്റ് ആണ്. ക്രിയേറ്റ് കൊടുക്കൂ. ഇതല്ലേ സി യൂസേഴ്സ് അഡ്മിൻ? കറക്റ്റാ, കറക്റ്റ് അല്ലേ? കറക്റ്റാ. ഇതൊന്നും വേണ്ടല്ലോ. ക്രിയേറ്റ് ഗിറ്റ് റിപ്പോസിറ്ററി ഒന്നും വേണ്ട. എന്തായാലും ന്യൂ വിൻഡോ കൊടുക്കണ്ട. ന്യൂ വിൻഡോ കൊടുത്തോ. ക്രിയേറ്റില് പോയി ന്യൂ വിൻഡോ കൊടുക്കും. ന്യൂ വിൻഡോ. ഓക്കെ, ഇവിടെ ടെർമിനൽ എടുത്തേ. ഇവിടെ അഗൈൻ പൈടെസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തോളൂ. അപ്പൊ നമ്മള് മറ്റേതില് ചെയ്തതാ? അത് സാരല്ല, നമുക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്ന ലൈവ് പ്രൊജക്ടിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡർ ആണ്. നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് പോവാം. പിപ്പ് ഇൻസ്റ്റാൾ പൈടെസ്റ്റ് അല്ലേ? പൈടെസ്റ്റ്, പിപ്പ് ഇൻസ്റ്റാൾ പൈടെസ്റ്റ് കൊടുത്തോളൂ ഗോപിക. അപ്ഗ്രേഡ് ചെയ്യണോ? അപ്ഗ്രേഡ് ചെയ്യണ്ട, വേണ്ട അപ്ഗ്രേഡ് ഒന്നും വേണ്ട. സക്സസ്ഫുൾ ഇൻസ്റ്റാൾ ആയാൽ മതി. ഗോപിക്ക് നെറ്റ്വർക്ക് സ്ലോനെസ് ഉണ്ടല്ലേ? നെറ്റ്വർക്ക് സ്ലോ ആണ്. ഹൈലൈറ്റ് ഇഷ്യൂ സോൾവ് കുറച്ച് സ്ലോ ആണ്. കുറച്ച് സ്ലോ ആണ്. എക്സിക്യൂട്ട് ആയിക്കോട്ടെ. ഹൈലൈറ്റ് ഇഷ്യൂ സോൾവ് ആയോ? ലാപ്ടോപ്പും ഈ പറഞ്ഞ പോലെ എന്താണ് ഹൈലൈറ്റ്? അത് സോൾവ് ആടാ, നിങ്ങൾ സോൾവ് ആയിക്കുന്നു. ഓക്കേ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഉച്ചയോട് കൂടി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണോ? ഓക്കേ. സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ. ഓക്കേ. യെസ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് പൈത്തണിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊജക്ട് സ്ട്രക്ചർ ഇല്ല. ഓക്കെ, അതായത് നിങ്ങളിപ്പോ ജാവ സെലീനിയം എല്ലാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്. നമുക്ക് പൈത്തണിൽ അങ്ങനെ റിലേ ചെയ്യാൻ പറ്റിയ ഫ്രെയിം വർക്ക്സ് അപ്ലിക്കബിൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു സ്ട്രക്ചറിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ നിങ്ങൾ വേറൊരു പ്രൊജക്റ്റിലേക്ക് എത്തുമ്പോൾ ഈ സ്ട്രക്ചർ മാറാം, പക്ഷേ ബേസിക് കൺസെപ്റ്റ്സ് സെയിം ആയിരിക്കും. ക്ലിയർ ആണ്? സ്ട്രക്ചർ ഇൻ ദി സെൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ തന്നെയാണ് ഇവിടെ പാക്കേജസും ഡയറക്ടറീസും ക്രിയേറ്റ് ചെയ്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ തന്നെയാണ് ഇവിടെ. ഇപ്പോ നിങ്ങളിപ്പോ മേവനൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അവിടെ നമ്മൾക്ക് SRC മെയിൻ ജാവ, ടെസ്റ്റ് ജാവ എന്നിട്ട് ബൈ ഇറ്റ്സെൽഫ് കുറെ ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ആയി വരും. ഇവിടെ നമുക്ക് അങ്ങനത്തെ പ്രൊവിഷൻസ് ഒന്നും ഇല്ല. ക്ലിയർ ആണോ? ഓക്കെ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ബേസിക് ആയിട്ട് എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ. ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്തോളൂ, അതിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യൂ. പാക്കേജ് ആണ് ടെസ്റ്റ്. ഇവിടെയാണോ ലൈവ് പ്രൊജക്റ്റ്? ലൈവ് പ്രൊജക്റ്റില് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം.
പേര് കൊടുക്കുക ടെസ്റ്റ്. വൺ സെക്കൻഡ്. ആ സോ ടി സ്മോൾ കൊടുക്കൂ കേട്ടോ, രണ്ടുപേരും റീനെയിം ചെയ്ത് സ്മോൾ ആക്കിക്ക്. റീഫാക്ടർ ആണോ? റീഫാക്ടർ. ഓക്കെ. ഇവിടെ ആദ്യത്തെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക, conftest.py. എന്തായിരുന്നു? conftest.py. കോൺ CONF C സ്മോൾ കൊടുക്കുക കേട്ടോ. CONF test.py. ടെസ്റ്റ്. ഓക്കെ. ഇനി ഞാൻ പറയുന്ന പോലെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തരാം ഒരു ഫിക്സ്ചർ, ഞാൻ നിങ്ങൾക്ക് തരാം. ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യൂ കേട്ടോ. Define browser instance. Driver. അപ്പൊ നമ്മളുടെ ഇവിടെ പേസ്റ്റ് ചെയ്യാനോ? അതിൽ വെബ് ഡ്രൈവർ എടുക്കൂ, @pytest.fixture. ഇത് ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് ചെയ്യണ്ടേ? ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് കൊടുക്കൂ. ടെർമിനല്ല. അല്ലടാ, അവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് എന്നിട്ട് ഓപ്ഷൻ വരും. ഇതല്ല. നമ്മളുടെ ഈ ലൈൻ 3 വെബ് ഡ്രൈവർ വേണമെങ്കിൽ നമ്മള് സെലീനിയത്തില് മറ്റേ ബേസിക് എടുത്ത് ഡിഫൈൻ ചെയ്ത പോലെ ഇതില് ചെയ്യണ്ട? വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. വെബ് ഡ്രൈവറിനെ ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്താൽ മതി. സ്റ്റേറ്റ്മെന്റ് ഫ്രം സെലീനിയം ഇമ്പോർട്ട് വെബ് ഡ്രൈവർ. ഓക്കെ. സാധാരണ അത് വരാറില്ലേ നമ്മളുടെ? നോർമലി വരും. നമ്മൾ @pytest.fixture കൊടുത്താൽ അങ്ങനെയുള്ളത് വരത്തില്ല. പക്ഷെ എന്റെ എന്താണ് ഒരു കാണിക്കുന്നത്? ഓക്കെ കൊടുത്തത് ഇൻസ്റ്റാൾ ആവുന്നില്ല. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ കൊടുത്തത് പാക്കേജ് ഫെയിൽഡ്. ഓക്കെ കൊടുക്കൂ. ഇമ്പോർട്ട് വെബ് ഡ്രൈവർ. ഓക്കെ കൊടുക്കൂ. ഞാൻ മറ്റേ ഒന്നുകൂടെ ഒരു വട്ടം കൂടെ ഇൻസ്റ്റാൾ കൊടുക്കൂ. അവിടെ You could not find a version that satisfied the requirement web driver. ഇതിന് പിപ്പ അപ്ഗ്രേഡ് ചെയ്യണോ? അപ്ഗ്രേഡ് ചെയ്താലും ഓക്കെ കൊടുക്കൂ.
പൈറ്റസ്റ്റിന്റെ അവിടെ പോയി കേഴ്സർ വയ്ക്കുമ്പോൾ എന്താ വരുന്നേ? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, പൈച്ചാം ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യൂ. ഇത് രണ്ട് ടാബുണ്ട്. ആ, 2 ടാബും. ഈ ടാബ് ക്ലോസ് ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല. ആണോ? നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ടാബ് അല്ലേ? സെലീനിയം ഉണ്ടാക്കണം. ഓക്കെ, ഇൻസ്റ്റാൾ പാക്കേജ് സെലീനിയം ചെയ്യണ്ടേ? ഫ്രം സെലീനിയം ഇമ്പോർട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പാക്കേജ്, അതെ, ഫ്രം അതെ. വേറെ പോയോ? ഇല്ല. പൈറ്റസ്റ്റിനോട് കൊണ്ട് കേഴ്സർ വെച്ച് കഴിഞ്ഞ് അതിന്റെ ഇമ്പോർട്ട് എടുക്കാടോ. വെബ് ഡ്രൈവറിന്റെ ഇമ്പോർട്ട് എടുത്തോ ഡയറക്ട്ലി. വെബ് ഡ്രൈവറിന്റെ ഇമ്പോർട്ട് ഡയറക്ട്ലി എടുത്തോ. അത് ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാനതെടുത്തു. അക്ഷയ്. ആണോ? ഓക്കെ. ഇതെന്തായിരുന്നു ചെയ്യേണ്ടത്? അത് ടോപ്പ് മോസ്റ്റ് ഉണ്ട്, പ്ലേസ് ചെയ്തോ. ഇവിടെയോ? ആ, അവിടെ സെലീനിയത്തിനോട് കൊണ്ട് കേഴ്സർ വെച്ചേ. സെലീനിയത്തിന്റെ അവിടെ ഇൻസ്റ്റാൾ ആൻഡ് ഇമ്പോർട്ട് എന്നൊരു ഓപ്ഷൻ വരും. ഇൻസ്റ്റാൾ പാക്കേജ് സെലീനിയം. യെസ്, ഇൻസ്റ്റാൾ പാക്കേജ് സെലീനിയം കൊടുക്കാം. ഇൻസ്റ്റാൾ ആവട്ടെ. ആവുന്നുണ്ടോ? ഇൻസ്റ്റാൾഡ് പാക്കേജസ് ഇൻസ്റ്റാൾ ആവുന്നേ ഉള്ളൂ അല്ലേ? ഇൻസ്റ്റാൾ ആയി. അക്ഷയുടെ ഇൻസ്റ്റാൾ ആയി. ഗോപിക്കയുടെ ഇൻസ്റ്റാളിംഗ് ആണ്. ആയെന്ന് തോന്നുന്നു. ഇല്ല, താഴെ നടന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ആണോ? ഓക്കെ, ശരി. സക്സസ് ആയിട്ട് ഇവിടെ നമ്മൾ @pytest.fixture എന്ന് യൂസ് ചെയ്തേക്കുന്ന കണ്ടോ? @pytest.fixture അനോട്ടേഷൻ ഏതൊരു ഫംഗ്ഷന്റെ മുകളിൽ കൊടുത്താലും അതിനെല്ലാം നമ്മൾ ഫിക്സ്ചർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സ്ചർ എന്ന് വെച്ചാൽ ഒരു പ്രീ കണ്ടീഷൻ സെറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ഫിക്സ്ചർ എന്ന് പറയാം. പ്രീ കണ്ടീഷൻ എന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പെർഫോം ചെയ്യാനുണ്ട്. ഒരു എന്താ പറയുക, ടെസ്റ്റ് കേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുൻപായിട്ട്, ഇനി അതിന് ശേഷം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനെന്ന് വിചാരിക്കൂ. പ്രീ കണ്ടീഷൻ അല്ലെങ്കിൽ പോസ്റ്റ് കണ്ടീഷനെ സെറ്റ് ചെയ്യാനാണ് ഫിക്സ്ചേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മുടെ പ്രീ കണ്ടീഷൻ എന്താ? ഡ്രൈവർ ഇനീഷ്യലൈസേഷൻ അല്ലേ? നമ്മുടെ ഏതൊരു ടെസ്റ്റ് കേസ് എടുത്താലും അതിൽ ഏറ്റവും ആദ്യം എന്ത് വേണം? നമ്മൾ അവിടെ ഒരു വെബ് ഡ്രൈവർ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവണ്ടേ? സോ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിലെ പൈറ്റസ്റ്റിന്റെ അവിടെ നിന്ന് കേഴ്സർ വെച്ച് നോക്കിയേ. അക്ഷയ് ഇമ്പോർട്ട് വന്നില്ല അവിടെ? ഇമ്പോർട്ട് കൊടുത്തോ. @pytest.fixture. അപ്പം ഫിക്സ്ചർ അത് ആ ഒരു അനോട്ടേഷൻ ആണ് നമ്മളൊരു ഫിക്സ്ചറിന് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഏത് ടെസ്റ്റ് ഇപ്പം എഴുതുമ്പോഴും ഇത് pytest.fixture ആണോ അതിന്റെ ഡിഫോൾട്ട് ആയിട്ട് എഴുതേണ്ടത്? ടെസ്റ്റ് കേസ് അല്ല, ടെസ്റ്റ് കേസിന്റെ പ്രീ കണ്ടീഷൻ എഴുതുമ്പോ. ഓക്കെ. അല്ല, ഇതെപ്പോഴും നമ്മൾ എഴുതണോ? ഒറ്റ തവണ എഴുതിയാൽ മതി. ഇനി നമുക്ക് ഈ ബ്രൗസർ ഇൻസ്റ്റൻസിൽ നമ്മൾ ടെസ്റ്റ് കേസിൽ എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ല, ഇപ്പൊ ഞാൻ വേറൊരു .py ഫയൽ ഓപ്പൺ ചെയ്ത് എഴുതുമ്പോ അതിനും ഞാൻ യൂസ് ചെയ്യേണ്ടത്? വേണ്ട, നമ്മൾ ഈ ടെസ്റ്റിന്റെ അകത്തല്ലേ എഴുതുക. അപ്പൊ ഈ .py നമുക്ക് ഡയറക്ട്ലി പുൾ ചെയ്തെടുക്കാം. വൺ ടൈം അല്ലേ? ഇത് വൺസ് എഴുതിയാൽ മതി. വൺസ് എഴുതിയാൽ മതി. യെസ്, കറക്റ്റ്. ബ്രൗസർ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്തു. ഫിക്സ്ചർ ക്രിയേറ്റ് ചെയ്തവർ ഓക്കെ ആണോ? ഓക്കെ, ഫൈൻ. സോ ഞാൻ ഇന്ന് ഫിക്സ്ചേഴ്സ് വരെ എടുക്കുന്നുള്ളൂ.
ഈ ഫിച്ചേഴ്സ് പറഞ്ഞത് വരെ ഡൗട്ട് ഉള്ളത്. ഞാൻ പൈറ്റസ്റ്റിന്റെ കുറച്ച് തിയറി പോർഷൻസ് എടുത്തു, പൈറ്റസ്റ്റിന്റെ നെയിമിംഗ് കൺവെൻഷൻസ് പറഞ്ഞു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടോടാ? ഇല്ല, കുഴപ്പമില്ല. സോ നാളെ സെഷൻ ഇല്ല. മറ്റന്നാൾ വരുമ്പോ നിങ്ങളുടെ എന്തെങ്കിലും ചെയ്യേണ്ടത് എന്താ വെച്ചാല്, നമ്മള് സെലീനിയം ബേസിക്സ് പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, 10 കീസ് ക്ലിക്ക് എന്നൊക്കെ കൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് ഒന്ന് തറോ ആക്കിയിട്ട് വരിക കേട്ടോ. ബിക്കോസ് നമ്മൾ ഇനി അങ്ങോട്ട് പ്രൊജക്ട് ചെയ്താൽ നേരെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക, ഈ ടെസ്റ്റ് കേസിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ എലമെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ എഴുതൂന്നേ ഞാൻ പറയത്തുള്ളൂ. അപ്പൊ അന്നേരം നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റണം. മനസ്സിലായോ? ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബോക്സുമായി ഇന്ററാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് സെൻറ്റീസ് യൂസ് ഇന്ററാക്ട് ചെയ്യുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു തരുള്ളൂ. അതെങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ എന്തെന്ന് വേണം എഴുതാനായിട്ട്. മനസ്സിലായോ? ചെയ്തൊക്കെയാ, ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എഴുതിയിട്ട് ശരിയാവും. നമുക്ക് ടോട്ടൽ 10 ടെസ്റ്റ് കേസ് നമ്മൾ എഴുതും. 10 ടെസ്റ്റ് കേസ് എഴുതുമ്പോഴേക്കും നിങ്ങൾക്ക് അത് തറോ ആയി കിട്ടും. ഓക്കെ, ലാപ്ടോപ്പ് കൊണ്ടുവരാന്നല്ലേ? ഒരു കാര്യം ചെയ്യോ, നീ നിന്റെ ലാപ്ടോപ്പ് കൂടെ വെച്ചിട്ട് പോവോ? എന്നാല് ഞാൻ നിനക്ക് ഇൻസ്റ്റലേഷൻസ് ചെയ്ത് തരാന്നാല്. ഓഫീസ് ലാപ്ടോപ്പാ. അയ്യോ, അത് ശരിയാണല്ലോ അല്ലെ. എങ്കിൽ ഒരു 2 o'clock ആകുമ്പോ വരുമോ? തേഴ്സ്ഡേ ഉച്ചയ്ക്ക് ശേഷം വരാം. തേഴ്സ്ഡേ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാം. സോറി, ഗോപിക എന്തോ പറയുന്നുണ്ടായിരുന്നു. അല്ലല്ല, ഞാൻ ഡെമോയില് ഇങ്ങനെ തന്നെയാണോ ചോദിക്കാന്ന് പറയാൻ ഡെമോക്ക് മുന്നേ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും. ഞാൻ ഏതൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. അതാലോചിച്ച് പേടിക്കണ്ട. ഡെമോക്ക് ഇനി ടൈം ഉണ്ട്. നിങ്ങളെ കൊണ്ട് ഈ പ്രൊജക്ട് ചെയ്ത ശേഷമേ നിങ്ങൾക്ക് ഡെമോ ഉണ്ടാവത്തുള്ളൂ. അത് ഈ ഏതെങ്കിലും 10 പ്രോജക്റ്റ് എന്നാണ് അവർ ഡെമോ ചോദിക്കുക? അല്ല, നിങ്ങളുടെ ഈ 10 ടെസ്റ്റ് കേസും കൂടെ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. അതായത് നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ആണ് ഇത്. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് 10 ടെസ്റ്റ് കേസസ് ഉണ്ടായിരുന്നു. ആൻഡ് ആ 10 ടെസ്റ്റ് കേസിൽ നിങ്ങൾ എന്തൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഡിസൈൻ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട് നമുക്ക്. അതൊക്കെ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ശരി എന്നാ തേഴ്സ്ഡേക്ക് കേട്ടോ. തേഴ്സ്ഡേക്ക് നിങ്ങളുടെ എന്റെ നോക്കിയിട്ട് വരണേടാ രണ്ടുപേരും. തേഴ്സ്ഡേ മറ്റന്നാളല്ലേ? നാളെ ക്ലാസ് ഉണ്ടല്ലോ? നാളില്ലേ? നാളെ ഞാൻ ലീവ്. ഓക്കെ, അപ്പൊ തേഴ്സ്ഡേത്തേക്ക്. ശരി, താങ്ക് യു. ബൈ.